2016 പിണറായി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വരുമ്പോ ആശാവർക്കർമാരായ നമ്മുടെ സഹോദരിമാർ വാങ്ങിയിരുന്നത് 1000 രൂപയാണ് ഓണറേറിയം. 1000 രൂപ. 1000 പിന്നെ 2000 ആക്കി, 4000 ആക്കി, 5000 ആക്കി, 6000 ആക്കി, 7000 ആക്കി, ഇപ്പൊ 7000 ആക്കി. 8 കൊല്ലം കൊണ്ട് 7 ഇരട്ടി വർദ്ധിപ്പിച്ചു. ഇന്ത്യയിൽ ഒരു ഗവൺമെന്റും വർദ്ധിപ്പിച്ചില്ല. അവിടങ്ങളിലെല്ലാം ഇപ്പോഴും 3000, 3500, 4000, 4500 പരമാവധി 5000. ഇവിടെ 7000 ആയി. അപ്പൊ പറയുന്നു സിക്കിം ഇല്ല, സിക്കിമിൽ ആകെ 500 ആശാവർക്കർമാരേ ഉള്ളൂ. 500, 600 കൊടുക്കും എന്ന് പറയുന്നുണ്ട്, പക്ഷെ കൊടുത്തിട്ടില്ല. എവിടെയും കൊടുത്തിട്ടില്ല. കർണാടക കൊടുക്കും എന്നൊക്കെ പറയുന്നുണ്ട്, എവിടെയും കൊടുത്തിട്ടില്ല. തെലങ്കാന ശമ്പളം മുടങ്ങിയപ്പോ ആരുടെ? ജീവനക്കാരുടെ ശമ്പളം മുടങ്ങി. അതാണ് സ്ഥിതി. നമ്മൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്, ഓണറേറിയം പടിപടിയായി വർദ്ധിപ്പിക്കും, കഴിയുന്ന അത്ര കൊടുക്കും, ഒരു സംശയമില്ല. ആശാവർക്കർമാർ എന്നാൽ ഈ നാടിന്റെ കരുത്താണ്. അവർക്ക് കഴിയുന്ന അത്ര കൊടുക്കും, വർദ്ധിപ്പിക്കും, ഇനിയും വർദ്ധിപ്പിക്കും. 7 വട്ടം വർദ്ധിപ്പിക്കുന്ന ഒരു 8ാം പ്രാവശ്യം വർദ്ധിപ്പിക്കാൻ SUCയുടെ ഉപദേശം വേണോ? വേണ്ട. ആരുടെയും ഉപദേശം വേണ്ട. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ലഭ്യതയനുസരിച്ച് പരമാവധി പിന്തുണയ്ക്കും ഈ വിഭാഗങ്ങളിൽപ്പെട്ടവരെ. അത് ആശാവർക്കർമാർ, അങ്കണവാടി വർക്കർമാർ, ഹെൽപ്പർമാർ, പാചക തൊഴിലാളികൾ, പ്രീ പ്രൈമറി ടീച്ചേഴ്സ്, റിസോഴ്സ് ടീച്ചേഴ്സ് എല്ലാവരെയും പിന്തുണയ്ക്കും. കാരണം അവരെല്ലാം പാവപ്പെട്ടവരാണ്. അവരുടെ പാർട്ടിയാണ് ഈ പാർട്ടി. പാവങ്ങളുടെ പടത്തലവൻ AKG വിളിച്ചത് പാവപ്പെട്ടവന്റെ ആശയായി ഈ പാർട്ടി നിലകൊള്ളുകയും അതിന് നേതൃത്വം AKG മാറുകയും ചെയ്തുകൊണ്ടാണ്. അതുകൊണ്ട് ഇവരെല്ലാം ചേർത്ത് പിടിക്കും, സംരക്ഷിക്കും, സാധ്യമായത്ര വർദ്ധിപ്പിക്കും. അങ്ങനെയുള്ള ഒരു ഗവൺമെന്റിന്റെ മുമ്പിൽ പന്തല് കെട്ടിയിട്ട് ഈ സ്റ്റേറ്റ് ഗവൺമെന്റ് 3 ഇരട്ടിയായി ഇപ്പൊ ഓണറേറിയം വർദ്ധിപ്പിച്ചോളണം എന്ന് പറഞ്ഞ് സമരം ചെയ്യുക. എന്ത് സമരമാണ് ചെയ്യേണ്ടത്? എന്നാൽ കേന്ദ്ര ഗവൺമെന്റിനോട് ഈ സ്കീം വർക്കേഴ്സിനെ തൊഴിലാളികളായി അംഗീകരിക്കണം എന്നോ ഇൻസെന്റീവ് വർദ്ധിപ്പിക്കണം എന്നോ ഒരു വാക്ക് മിണ്ടാതിരിക്കുക. അതിനെക്കുറിച്ച് നിശബ്ദത. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സമരപന്തലിലേക്ക് വന്നു. കേരളത്തിലെ 1,00,000 ലക്ഷം വരുന്ന ആശാവർക്കർമാരുടെ താല്പര്യങ്ങളെയാണ് പ്രതിനിധാനം ചെയ്യുന്നതെങ്കിൽ അവിടെ തടഞ്ഞു വെക്കണം. അവിടെ വെച്ച് തീരുമാനമെടുക്കാൻ പറയണം. ഞങ്ങൾ മനുഷ്യരല്ലേ എന്ന ചോദ്യം ചോദിക്കണം. ഞങ്ങൾക്ക് ശമ്പളം തരാൻ എന്തുകൊണ്ട് നിങ്ങൾ തയ്യാറാവുന്നില്ല എന്ന് ചോദിക്കണം. പകരം ആവണിപ്പന്തല് പാട്ടുപാടി, അല്ലേ? പാട്ടിനൊത്ത് ചുവട് വെച്ചു. BJPയെ കേരളത്തിന്റെ മണ്ണിൽ പാട്ടുപാടി ആനയിച്ച് കുടിയിരുത്താനുള്ള SUCI എന്ന പൊളിറ്റിക്കൽ ഏജന്റന്മാരുടെ വൃത്തികെട്ട രാഷ്ട്രീയ നാടകമാണ് തിരുവനന്തപുരത്ത് നടക്കുന്നത്. അതിന്റെ മുൻപിൽ മുട്ടുമടക്കില്ല. കേരളത്തിലെ ആശാവർക്കർമാർ ആ നാടകത്തെ തള്ളി പറഞ്ഞിരിക്കുന്നു. 99.4% ആശാവർക്കർമാരും SUCIയുടെ കപട നാടകത്തിലേക്ക് പോയിട്ടേയില്ല. ആ വഴിക്കേ പോയിട്ടില്ല. ഞങ്ങളുടെ പേരിൽ നിങ്ങൾ നാടകം കളിക്കേണ്ടതില്ല എന്ന് തന്നെയാണ് ശക്തമായ നിലപാട് കേരളത്തിലെ ആശാവർക്കർമാർ സ്വീകരിച്ചിട്ടുള്ളത്. പ്രതികൂല